റഷ്യൻ യുദ്ധമുഖത്ത് കുടുങ്ങിയ തിരുവനന്തപുരം സ്വദേശികളായ യുവാക്കളുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച വി മുരളീധരൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അഞ്ചുതെങ്ങ് സെന്റ് പീറ്റേഴ്സ് ഫൊറോന പള്ളിയിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. യുവാക്കളെ തിരികെ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് വി മുരളീധരൻ അറിയിച്ചു. വിനീഷ് ചേരുന്നു. വിനീഷ്, വിശദാംശങ്ങൾ. രോഹിണി, അല്പസമയം മുൻപാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായ വി മുരളീധരൻ അഞ്ചുതെങ്ങിലെ ഫൊറോന ചർച്ചിലെത്തി അവിടെയുള്ള റഷ്യയിൽ കുടുങ്ങിയ യുവാക്കളുടെ അമ്മമാരെയും സഹോദരിമാരെയും ഒപ്പം തന്നെ രക്ഷകർത്താക്കളെയും കണ്ടത്. ഒപ്പം പള്ളി വികാരിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം അദ്ദേഹം ഉറപ്പ് നൽകിയത് ഇത്തരത്തിലാണ്. താൻ തിരിച്ചെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണുള്ളത്. വലിയ പ്രതീക്ഷയാണ് തനിക്കുള്ളത്. ഈ റഷ്യയിൽ കുടുങ്ങിയ എല്ലാവരെയും ഇവിടെ നിന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്ന് മാത്രമല്ല, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 20-ലധികം പേർ ഇത്തരത്തിലേക്ക് റഷ്യയിൽ പോയിട്ടുണ്ട്. അവർ അങ്ങനെ അവിടെ കുടുങ്ങിയിട്ടുണ്ട് എന്ന വിവരം തന്നെയാണ് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയത്. നേരത്തെ ഈ വിഷയത്തിൽ CBI ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുന്ന സാഹചര്യവുമുണ്ടായി. അതുകൊണ്ട് തന്നെ അതിന്റെ അന്വേഷണം ഊർജ്ജസ്വലമായി തന്നെ നടക്കുന്നുണ്ട്. ഈ ഏജന്റുമാരെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ആരായുന്നുണ്ട്. എങ്ങനെയാണ് ഇവരെ റഷ്യയിലേക്ക് കടത്തിയത് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളും ഇപ്പോൾ അന്വേഷണ സംഘം, CBIയുടെ അന്വേഷണ സംഘം അന്വേഷിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പം തന്നെ ഇവരുടെ കുടുംബാംഗങ്ങളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം, അവരുടെ അമ്മമാരെ, വിങ്ങിപ്പൊട്ടി നിന്ന അമ്മമാരെ വി മുരളീധരൻ, BJPയുടെ ആറ്റിങ്ങൽ NDA സ്ഥാനാർത്ഥി കൂടിയായ വി മുരളീധരൻ അവരെ കെട്ടിപ്പിടിച്ച് സമാശ്വസിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചിരുന്നു. ആത്മവിശ്വാസം നൽകുന്ന തരത്തിലായിരുന്നു വി മുരളീധരന്റെ പ്രതികരണം. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൽ കഴിയുന്ന എല്ലാവിധ കാര്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്തു നൽകും എന്ന കൃത്യമായ ഉറപ്പ് തന്നെയാണ് ആറ്റിങ്ങൽ NDA സ്ഥാനാർത്ഥി കൂടിയായ വി മുരളീധരൻ നൽകിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും കൃത്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ നടക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കി. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.